കാനഡയിലെ ടൊറന്റോ നഗരത്തിലുള്ള ഒരു പള്ളിയിലെ കാഴ്ച വല്ലാതെ അത്ഭുതപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന് വലുതായി അറബിയിലും മലയാളത്തിലുമായി 100-ൽ പരം ഗ്രന്ഥങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഒരത്ഭുത പ്രതിഭയുണ്ട്. ആരാണെന്നല്ലേ പറയാം. ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കൂ. الشيخ عبد الرحمن باوع ابن محمد المليباري أقبل على هذا الكتاب ونظر في حواشيه وحقق فيها، وقلنا أن قرة العين ممزوج مع المهمات. يعني ഷെയ്ഖ് അബ്ദുൽ ഗനി മുർസൽ എന്ന് പറയുന്ന സോമാലിയക്കാരനായ കാനഡയിൽ ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതൻ ടൊറന്റോ നഗരത്തിലുള്ള ഖാലിദ് ബിൻ അൽ വലീദ് മസ്ജിദിൽ ക്ലാസ് നടത്തുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയോട് ചേർന്ന് നിലകൊള്ളുന്ന ലോകപ്രശസ്ത പബ്ലിഷറായ ദാറുസ്വാലിഹ് പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. മലയാളക്കരയിൽ ജനിച്ച് അറബി ഭാഷ പഠിച്ച് അറബി ഭാഷയിൽ മാത്രം 50-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ അഭിവന്യ ഗുരു കോടമ്പുഴ ബാവ ഉസ്താദ് എഴുതിയ ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. എന്തല്ലേ, ആലോചിച്ചു നോക്കൂ. ഈ ഒരു കാഴ്ച മാത്രമല്ല, ഇതുപോലെ യമനിലും ഈജിപ്തിലും ലോകത്തിന്റെ പല ഭാഗത്തും ബാവ ഉസ്താദിന്റെ ഖുലാസ പഠിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. നമ്മുടെ നാട്ടിൽ മദ്രസകളിലും പള്ളി ദർസുകളിലും ദഅ്വാ കോളേജുകളിലും വനിതാ കോളേജുകളിലുമെല്ലാം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബിനികൾക്കും ഇടക്കാലത്ത് മദ്രസ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്കും ഫിഖ്ഹ് പഠനം ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല ഓപ്ഷനാണ് ഖുലാസ. ഈ വരുന്ന മെയ് 3-ാം തീയതി ഖുലാസ ദർസിന്റെ 10ാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ്. സിമ്മീഡിയ ഒരുക്കുന്ന ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.